ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ഡേക്ക്. എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ അത് ഇന്ന് ഈ തൂണുകൾക്കിടയിലാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ പിടുത്തം. ഇന്ന് ഹെയർ ആക്സസറീസ് മേക്കിങ്ങും പിന്നെ അല്ലാതെ ബിസിനസ്സിൻ്റെ കുറേ സംഭവങ്ങളും ഒന്നുമല്ല. ഇന്ന് ഞാൻ എൻ്റെ ഒരു കഥ പറയാനായിട്ട് വന്നതാണ്. കുറച്ച് ദിവസം മുമ്പ് എൻ്റെ ഒരു ഡയറി കിട്ടിയിട്ടോ. അപ്പോൾ പണ്ട് എനിക്ക് ഡയറി എഴുതുന്ന അസുഖം ഉണ്ടായിരുന്നു. ഇമാജിനറി കുറേ കാര്യങ്ങൾ സങ്കല്പിച്ച് കൂട്ടിയിട്ട് ഡയറി എഴുതുന്ന ഒരു അസുഖം ഉണ്ടായിരുന്നു കേട്ടോ. അതായത് നമ്മൾ കുറേ കഥകൾ മനസ്സിലിങ്ങനെ ചിന്തിക്കും, എന്നിട്ട് അതിൽ നായിക ഞാനാണ് എന്നുള്ള രീതിയിലൊക്കെ കഥ എഴുതുന്നൊരു അസുഖം ഉണ്ടായിരുന്നു. ഇടയ്ക്ക് വെച്ചിട്ട് വീട്ടിൽ ഡയറി പിടിച്ചിട്ട് നല്ല ചീത്തയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ അസുഖം അങ്ങ് നിർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലൊരു ഡയറി എനിക്ക് കുറച്ച് ദിവസം മുമ്പ് കിട്ടി. അത് കിട്ടിയപ്പോഴാണ് പഴയ ഒരു കഥ ഓർമ്മ വന്നത്. അത് എപ്പോഴും ഓർമ്മയുള്ളതാണ്, എന്നാൽ അത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തൂടെ പറയണമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് ചോദിച്ചാലേ, മുമ്പ് നമ്മൾ ഈ 5ാം ക്ലാസ് തൊട്ട് ഞാൻ ഞെക്കാട് സ്കൂളിലാണ് കേട്ടോ പഠിച്ചത്. അതായത് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട് സ്കൂളിലോട്ട് പോകും. അപ്പോൾ ബസ്സിലാണ് പോകുന്നത്. കുറച്ച് കിലോമീറ്റേഴ്സ് നടന്നിട്ട് പിന്നെ ബസ് കയറി പോകും കേട്ടോ. അപ്പോൾ അന്ന് 50 പൈസയാണ് ബസ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളത്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ പോയിട്ട് വരാൻ 1 രൂപ വേണം. ഭയങ്കര വലിയ സംഭവമാണ് കേട്ടോ അന്ന് 1 രൂപ എന്ന് പറയുന്നത്. അമ്മച്ചിയുടെ നിന്ന് പൈസ മേടിക്കും, 1 രൂപ മേടിച്ചിട്ട് അത് കൊണ്ടിട്ടായിരിക്കും പോവുക. ചില സമയങ്ങളിൽ നമ്മളിങ്ങനെ ചില്ലറ ഇല്ലയെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്തിട്ട് എടുക്കുമല്ലോ. അപ്പം ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ആരുടെ കയ്യിലെങ്കിലും 50 പൈസ ഇല്ല, അപ്പോൾ തിരിച്ച് തരൂല. ബസ് കയറിയിട്ട് 50 പൈസ കൊടുത്താൽ അവർ ബാലൻസ് 50 പൈസ തരാറില്ല ചിലപ്പോൾ. അങ്ങനെ തന്നില്ലെങ്കിൽ പെട്ടു, അന്നത്തെ ദിവസം കഴിഞ്ഞു, അങ്ങനെയാണല്ലോ. അപ്പോൾ 2 പേര് ചേർന്നിട്ടൊക്കെ എടുക്കും. അപ്പോൾ എൻ്റെ വല്യമ്മയുടെ മോളും ഞാനും ഒരേ സ്കൂളിലാണ് പഠിച്ചത്. നമ്മൾ നല്ല കമ്പനിയാട്ടോ. അപ്പോൾ ഇതാക്കിപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല. എനിക്ക് എപ്പോഴും ആലോചിക്കുമ്പോൾ വിഷമവും സങ്കടവും ഒക്കെ തോന്നുന്നതും എന്നാൽ ഒരു ഓക്കെ അന്നത്തേക്ക് എൻ്റെ ഒരു മൈൻഡ് സെറ്റും ഒക്കെ ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷവും തോന്നാറുണ്ട് കേട്ടോ. എന്താണെന്ന് ചോദിച്ചാൽ അത്യാവശ്യം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഒരു 6 വയസ്സുള്ള ടൈമിലൊക്കെയാണ് എൻ്റെ വാപ്പ മരിക്കുന്നത്. അപ്പോൾ എനിക്ക് അനിയനും അനിയത്തിയാണുള്ളത്. ഉമ്മച്ചിയാണ് നമ്മുടെ എല്ലാം, ഉമ്മച്ചിയാണ്. അപ്പോൾ ഉമ്മ അടുത്ത് പോയിട്ട് ഇങ്ങനെ പൈസ ചോദിക്കലും വേണം എന്ന് പറയലും ഒക്കെ എനിക്ക് വിഷമമാണ് കേട്ടോ. എനിക്ക് ബുദ്ധിമുട്ടാണ്. ഉമ്മച്ചിയെ ബുദ്ധിമുട്ടിക്കണ്ടേന്ന് അന്നേ ഉണ്ട് ആ ഒരു തോന്നൽ, ആരെങ്കിലും ബുദ്ധിമുട്ടിക്കണ്ടേന്നൊരു തോന്നൽ അന്നേ ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൺസെപ്റ്റിൽ ഞാൻ പാവം കുട്ടിയാട്ടോ. ഒന്നിനും വാശിയും കാര്യങ്ങളും ഒന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലുമൊക്കെ ഇഷ്ടമുള്ള സാധനം ഉണ്ടെങ്കിൽ പോലും ഞാൻ വേണ്ടാന്ന് പറയുന്നൊരു ടൈപ്പ്. ഇപ്പോഴും അതെ കേട്ടോ. എനിക്ക് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ വേണമായിരിക്കും, പക്ഷെ ഞാൻ വേണ്ടാന്ന് പറയും. അത് ഇക്കാലത്താണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇക്കാളോട് ഞാൻ കുറച്ചിങ്ങനെ പറഞ്ഞു തുടങ്ങി. ആൾ വേണ്ട പറഞ്ഞിട്ട് പിന്നെ നമ്മുടെ അടുത്ത് ചോദിക്കാതെ വരുന്ന ഒരു അവസരത്തിലോട്ട് കൊണ്ടുവന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ ആളിൻ്റെ അടുത്ത് ചിലപ്പോൾ ആവശ്യപ്പെടാറൊക്കെ ഉണ്ട്. എന്നാലും വേറെ ആരോടും ഞാൻ ഒരു കാര്യവും ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ. മുന്നേ അങ്ങനെ തന്നെയാണ്, വേണ്ടാന്ന് പറഞ്ഞ് ശീലിച്ച ഒരാളാണ്. ഇപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും കഴിക്കാൻ തന്നാൽ പോലും ഓക്കെ എനിക്ക് വേണ്ടാന്ന് പറയുന്നൊരു ടൈപ്പായിരുന്നു ഞാൻ. ചിലപ്പോൾ എനിക്കത് വേണമായിരിക്കും, എന്നാലും ഞാൻ വേണ്ടാന്നേ പറയുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു സമയത്ത് ഈ 50 പൈസ എന്ന് പറയുന്നൊരു സംഭവം ഭയങ്കര വലുതാണ്. ഓക്കെ, അപ്പോൾ അത് ഒരിക്കൽ ഇത്താഴോടെ ഇങ്ങനെ വന്നിട്ട് ഇത്താക്കും കൂടി ഞാനാണ് ടിക്കറ്റ് എടുത്തത്. അതായത് 1 രൂപ എൻ്റെ കയ്യിലുണ്ടായിരുന്നു കൊടുത്തിട്ട് ഇത്താക്കും കൂടി ഞാനാണ് ടിക്കറ്റ് എടുത്തത്. പക്ഷെ ഒരിക്കലും അവൾ എൻ്റെ അടുത്ത് ചോദിക്കില്ല കേട്ടോ. അവളാണ് എനിക്ക് ടിക്കറ്റ് എടുക്കുന്നതെങ്കിൽ ആ പൈസ എവിടെയെന്ന് എൻ്റെ അടുത്ത് ചോദിക്കില്ല, എനിക്ക് തരും ഒക്കെ ചെയ്യും കേട്ടോ. ഭയങ്കര ഒരു ഹെൽപ്പ് അന്നേ ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്. ഓക്കെ, പക്ഷേ തലേ ദിവസം ഞാനാണ് അവൾക്ക് ടിക്കറ്റ് എടുത്തത്. പക്ഷെ പിറ്റേന്ന് വന്നപ്പോൾ കറക്റ്റായിട്ട് ഞാനത് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഞാനല്ലേ ടിക്കറ്റ് എടുത്തത്, അതുകൊണ്ട് 50 പൈസ ഉണ്ടല്ലോ കയ്യിൽ, അപ്പോൾ എൻ്റെ ടിക്കറ്റ് എടുത്തോ എന്നുള്ള രീതിയിൽ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ചോദിച്ച് പിന്നീട് എനിക്ക് വിഷമം ഉണ്ടായൊരു കാര്യമാണ് കേട്ടോ. അയ്യോ അതെങ്ങനെ ചോദിക്കേണ്ടിയിരുന്നില്ല, എന്തിനാണ് ഞാൻ അത് ചോദിച്ചതെന്ന് ഇന്നും ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട്, അന്ന് ഞാനൊരു 5ലോ 6ലോ ഒക്കെ പഠിക്കുന്ന ഒരു ടൈമാണ്. ഇത്രയും വർഷം കഴിഞ്ഞിട്ടും എനിക്ക് പലപ്പോഴും ആ ഒരു ഇൻസിഡൻറ്റ് ഓർമ്മ വരാറുണ്ടായിരുന്നു. ഞാനത് ചെയ്തത് ശരിയായില്ല, ഒരു 50 പൈസയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഞാനത് ചോദിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അറ്റ് സെയിം ടൈം ഞാൻ ഭയങ്കര ഉമ്മച്ചിയെ കെയർ ചെയ്യുക എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. ഓക്കെ, ഈ ഒരു 50 പൈസ ഉണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സമയത്ത് പോവാം, വീണ്ടും ഞാൻ അടുത്ത് ചോദിക്കേണ്ടല്ലോ എന്നുള്ളൊരിത് അപ്പുറ സൈഡിലുണ്ട്. പക്ഷെ അത് ചോദിക്കേണ്ടി വന്നപ്പോൾ ഉള്ളൊരു വിഷമം ഉണ്ട് കേട്ടോ. അപ്പോൾ അന്ന് മുതലേ മൈൻഡിൽ കിടക്കുന്നതാണ് സ്വന്തമായിട്ടൊരു ഏണിങ്സ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവമില്ലേ, അതില്ലാത്തതുകൊണ്ടാണല്ലോ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്തത്, നമ്മളെ എല്ലാവരും ഹെൽപ്പ് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ള തോന്നൽ അന്ന് മുതലേ ഉണ്ട്. നിങ്ങളുടെ അടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 6 വയസ്സുള്ള ടൈമിലൊക്കെയാണ് വാപ്പ മരിക്കുന്നത്. അപ്പോൾ അന്ന് മുതലേ ഒരു സെൻറ്റിമെൻറ്റ്സ് എന്ന് പറയുന്ന ഒരു സംഭവം എന്നെ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് എല്ലാവരും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെയും ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് നമുക്ക് എപ്പോഴും ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എനിക്കൊരു വിഷമമാണ് കേട്ടോ. അത് വേണ്ട, എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം, സ്വന്തമായിട്ട് പഠിക്കണം, എൻ്റെ വീട്ടിലെ കാര്യങ്ങൾ എനിക്ക് നോക്കണം എന്നൊക്കെ ഉള്ളൊരിതാണ്.
അതുകൊണ്ട് തന്നെ ഒരുപാട് വാശിയും കാര്യങ്ങളൊന്നും വെക്കാറില്ല. എനിക്ക് ഇന്നത് വേണമെന്ന് വാശി പിടിക്കലോ അല്ലെങ്കിൽ ഇതാണ് എനിക്ക് അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഏറ്റവും സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഉമ്മച്ചിയെ വിഷമിപ്പിക്കുക അല്ലെങ്കിൽ ഉമ്മച്ചിയുടെ അടുത്ത് എന്തെങ്കിലും ചോദിക്കുമ്പോൾ ഉമ്മച്ചിക്ക് അത് സങ്കടമാവുമോ എന്നൊക്കെയുള്ള ഒരു തോന്നലായിരുന്നു. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ആ ഡയറി കിട്ടിയപ്പോൾ ഈ ഒരു ഇൻസിഡൻറ്റ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം അതെന്നെ അത്രയും ഇപ്പോഴും അതെ എനിക്കത് ഇത്രയും വിഷമം ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അവൾക്കത് ഓർമ്മ ഉണ്ടോയെന്ന് പോലും എനിക്കറിയത്തില്ല. ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവുമായിരിക്കും, അവളും കുഞ്ഞല്ലേ. വിചാരിച്ചിട്ടുണ്ടാവുമോ എത്രയും രൂപ ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്, എന്തിനായിരിക്കും ഈ ഒരു 50 പൈസയ്ക്ക് വേണ്ടിയിട്ട് കണക്ക് പറഞ്ഞതെന്ന് ചിന്തിക്കുന്നുണ്ടാവും. അപ്പോൾ അന്ന് മുതലേ ഉള്ളൊരു ഒരു ആഗ്രഹമാണ് സ്വന്തം കാലിൽ നിൽക്കുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റണം, എൻ്റെ കാര്യങ്ങൾ എനിക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നൊക്കെയുള്ള ആഗ്രഹം. അൽഹംദുലില്ലാ ഇപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ട് കേട്ടോ, കുറേയെങ്കിലും. അല്ലെങ്കിൽ ഈ ഒരു 2 വർഷമായിട്ട് കുറേയെങ്കിലുമൊക്കെ ഞാനത് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എൻ്റേതായ കാര്യങ്ങളും അല്ലെങ്കിൽ വീട്ടിലെന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ, ഇക്കാക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിൻ്റെയൊക്കെ ചെയ്യാൻ പറ്റുന്നതും ഈ ഒരു സ്വന്തമായിട്ടൊരു വരുമാനം വേണം എന്നുള്ള എൻ്റെ ആഗ്രഹം കൊണ്ടിട്ട് എൻ്റെ പാഷനെ ഒരു വരുമാനമാക്കി മാറ്റിയതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്തും പറയാനുള്ളത് അത് തന്നെയാണ്. സ്വന്തമായിട്ടൊരു വരുമാനം കണ്ടുപിടിക്കുക. ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് പറയുന്ന ഒരു സംഭവം ഭയങ്കര വലുതാട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരാഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാണ്ട് നമുക്കത് ചെയ്യാൻ പറ്റുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. പ്രത്യേകിച്ച് ഇതുപോലെയൊക്കെയുള്ള സാഹചര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ, എന്നെ ഉമ്മ വളർത്തിയൊരു കുട്ടിയാണ് ഞാൻ. അപ്പോൾ അറിയാമല്ലോ, നമുക്ക് ഇപ്പം പാപ്പായും ഉമ്മായും കൂടിയിട്ട് ജോലി ചെയ്താലും കഷ്ടപ്പാടുകൾ ആയിരിക്കും ഫാമിലീസിലെല്ലാം ഉണ്ടാകുന്ന. അതേ സമയത്ത് ഈ ഉമ്മ മാത്രം എന്ന് പറയുന്ന ഒരു സംഭവത്തിലൂടെ വളർന്നു വരുമ്പോഴത്തേക്ക് നമ്മളും കുറേ സ്വയം ഇങ്ങനെ കുറേ കാര്യങ്ങൾ വേണ്ടാന്ന് വെക്കാനും ഒക്കെ പഠിക്കുമല്ലോ. അപ്പം അങ്ങനെ വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ഒരു കഥ ഞാൻ പറഞ്ഞത് കേട്ടോ. 50 പൈസയ്ക്ക് ഇപ്പോൾ ആലോചിക്കുമ്പോൾ ചിരി വരുന്നുണ്ട്, എന്നാലും സങ്കടമുണ്ട് കേട്ടോ. എനിക്ക് അത്രയും തന്നെ സങ്കടവും തോന്നാറുണ്ട്, വേണ്ടിയിരുന്നില്ല എന്ന് തോന്നാറുണ്ട്. പക്ഷേ അന്ന് സാഹചര്യം അതായിരുന്നു, എൻ്റെ ചിന്ത അതായിരുന്നു. അപ്പോഴും എനിക്ക് ബുദ്ധിമുട്ടിക്കാൻ ഇഷ്ടമില്ല, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ, അല്ലാണ്ടൊന്നുമല്ല. വീണ്ടും പോയിട്ട് ചോദിക്കണ്ടേ എന്നുള്ളൊരു തോന്നലായിരുന്നു. ഇപ്പോഴും എൻ്റെ മൈൻഡ് സെറ്റിന് മാറ്റമൊന്നുമില്ല. മറ്റൊരാളിനെ ബുദ്ധിമുട്ടിക്കാൻ എനിക്കിഷ്ടമല്ല. പക്ഷേ ഇപ്പം ഞാൻ പോയിട്ട് 50 പൈസയ്ക്ക് കണക്ക് പറയില്ല കേട്ടോ. ഇപ്പം ഞാൻ ഓക്കെ കുഴപ്പമില്ല, കൊടുത്താലും ഞാൻ തിരിച്ച് ചോദിക്കാനോ ഒന്നും പോവാറില്ല ഇപ്പോൾ. പണ്ട് അങ്ങനെയായിരുന്നില്ല. എങ്ങനെയുണ്ട് കഥ? രസമല്ലേ? അപ്പോൾ ചില സാഹചര്യങ്ങളിൽ പിശുക്കെന്ന് പറയുന്നത് നമുക്ക് പൈസയോടുള്ള ആർത്തി കൊണ്ടിട്ട് പിശുക്ക് കാണിക്കുന്ന ആൾക്കാരുണ്ട്. ചിലത് നമ്മുടെ സാഹചര്യം കൊണ്ടിട്ട് കാണിക്കുന്നത്. എനിക്കൊരിക്കലും ആ ഒരു സാഹചര്യമായിരുന്നു കേട്ടോ, അല്ലാണ്ട് ഒരു 50 പൈസ കിട്ടിയിട്ട് അത് കൂട്ടി വെക്കണം എന്നുള്ളൊരു തോന്നലായിരുന്നില്ല, സാഹചര്യമായിരുന്നു. ഇപ്പം നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് കൊണ്ട് തന്നെയാണ് സ്വന്തം വരുമാനം അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ഏണിങ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത്. നമ്മൾ അങ്ങനെ സ്വന്തമായിട്ടൊരു ഏണിങ്സ് ഉണ്ടാക്കി അതുകൊണ്ടിട്ട് കുറച്ച് നമ്മുടേതായ കാര്യങ്ങളൊക്കെ നോക്കി പോവുകയാണെന്നുണ്ടെങ്കിൽ സ്വയം ഉണ്ടാകുന്ന ഒരു സന്തോഷവും അഭിമാനമൊക്കെ വേറൊന്നു തന്നെയാണ് കേട്ടോ. നമ്മൾ മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു കേസിൽ എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ. മറ്റൊരാളെന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരോട് ചോദിക്കാമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമുള്ളൊരു കാര്യമാണ്. വേണ്ടാന്ന് പറഞ്ഞാലും ചില സാഹചര്യങ്ങളിൽ ചിലപ്പോൾ നമുക്കത് സ്വീകരിക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ അവസ്ഥകൾ അങ്ങനെ ആയിരിക്കും. അത് നല്ല സങ്കടം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പോൾ ഒരേ ഒരു പ്രാർത്ഥന എന്താണെന്ന് ചോദിച്ചാൽ സ്വന്തമായിട്ടൊരു വരുമാനം അല്ലെങ്കിൽ സ്വന്തം കാലിൽ മരണം വരെ നിൽക്കാൻ പറ്റാമെന്ന് പറയുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഒത്തിരി ആഗ്രഹമുള്ളൊരു കാര്യം കേട്ടോ. ഓക്കെ, അത്രയേ ഉള്ളൂ. ബോറടിച്ചോ നിങ്ങൾക്ക്? ബോറടിച്ചിട്ടുണ്ടാവും. അത്ര ഇതായിരുന്നു അതിൻ്റെ വലിയ കഥ എന്നൊന്നും ചോദിക്കരുത്. ഒരു കുഞ്ഞു പ്രായത്തിൽ അതൊക്കെ വലിയ വലിയ കാര്യങ്ങൾ തന്നെയായിരുന്നു കേട്ടോ. ഒരു 50 പൈസ എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയൊരു കാര്യം തന്നെയായിരുന്നു. എൻ്റെയൊക്കെ ഒരു ഏജിലൊക്കെ സ്കൂളിലൊക്കെ പോകുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ചിലപ്പോൾ നമ്മൾ മിഠായിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അന്ന് 50 പൈസയ്ക്കൊക്കെ സിബപ്പൊക്കെ കിട്ടുന്നൊരു ടൈമാണ്. ആ ഒരു ബസ്സിൽ പോവാണ്ട് ആ ഒരു 50 പൈസ സേവ് ചെയ്തിട്ട് സിബപ്പ് വാങ്ങി കുടിച്ചിട്ട് നടന്നു പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഞാനും ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നടന്നു പോകാമെന്ന് പറയുമ്പോൾ ഓക്കെ ഒത്തിരി ദൂരം ഉണ്ട്, എന്നാലും ആ ഒരു സിബപ്പ് കുടിക്കാനുള്ള ആഗ്രഹത്തിൽ നടന്നിട്ടുണ്ട്. ആ ഒരു പൈസ കൊടുത്തിട്ട് സിബപ്പ് വാങ്ങി കുടിച്ചിട്ട് നടന്ന് വീട്ടിൽ പോകാമെന്നൊക്കെ പറയുന്നതൊക്കെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ അത്രയൊക്കെ തന്നെ ഉള്ളൂ. അൽഹംദുലില്ലാ ഇപ്പോൾ അതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികളൊക്കെ എത്ര ബ്ലെസ്ഡ് ആണല്ലേ. അവരാഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നുണ്ട്. സ്കൂൾ ബസ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു സ്കൂൾ ബസ്സിലൊക്കെ പിള്ളേർ കയറി പോകുമ്പോൾ ടൈയും ബെൽറ്റും ഒക്കെ യൂസ് ചെയ്യുന്ന കാണുമ്പോൾ അതുപോലെയൊക്കെ നടക്കണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് എൻ്റെ മോനെ അവൻ സ്കൂളിൽ പോകുന്നൊരു ടൈം ആയപ്പോഴത്തേക്കും ഒരു CBSE സ്കൂളിൽ വിടണം,
ബസ്സിൽ പോകുന്നത് കാണണം, ടൈയും ബെൽറ്റും ഒക്കെ യൂസ് ചെയ്യുന്നത്, അതൊക്കെ ഞാൻ ആഗ്രഹിച്ചിട്ട് ചെയ്ത കാര്യങ്ങളാട്ടോ. നമുക്ക് കിട്ടാത്തത് നമ്മുടെ മക്കൾക്ക് കിട്ടണമെന്ന് ആഗ്രഹിക്കുമല്ലോ. ശരിക്കും ഇങ്ങനെ CBSE സ്കൂളിലൊക്കെ പഠിക്കുന്ന പിള്ളേരെയൊക്കെ കാണുമ്പോൾ അസൂയയൊക്കെ തോന്നിയിട്ടുണ്ട്. അതുപോലെയൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, നമുക്ക് കിട്ടാത്തതിനോട് നമുക്കൊരു കൂടുതൽ ഇഷ്ടം കാണൂലേ. അപ്പോൾ അതൊക്കെയാണ് മക്കളിലൂടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എന്തൊക്കെയോ വളവളവളാന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലല്ലോ. അത്രയും ഞാൻ ഉദ്ദേശിച്ചോളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.